ഇന്ന് ഊവി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് ഊവി 6 months ഓൾഡ് ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് January 17, July 17th യുവി ജനിച്ചത്. എത്ര പെട്ടെന്നാണ് 6 months ആയിട്ടുള്ള യുവി. എണീറ്റ് ഇങ്ങോട്ട് നടക്കാനൊന്നും ആയിട്ടില്ല. ഇരിക്കാൻ ഒരു സെക്കൻഡ് പറ്റില്ല. ആരെങ്കിലും മടിയിലാണെങ്കിലും നിലത്താണെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എത്ര പെട്ടെന്നാണ് ഈ ഒരു 6 months കടന്നു പോയെന്നുള്ളത് ഓർത്തെടുക്കാൻ കൂടെ പറ്റുന്നില്ല കേട്ടോ. കഴിഞ്ഞ ഒരു നവംബറിൽ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ആ കിറ്റിൽ കണ്ടു കഴിഞ്ഞ് ഇപ്പം ഇവൻ കയ്യിലിരിക്കുന്നതൊക്കെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ തോന്നുന്നു. അത്രയും ഫാസ്റ്റായിട്ടാണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പോകുന്നത്. എന്തായാലും ഇന്ന് യുവി 6 months ഓൾഡ് ആയിട്ടുണ്ട്. 6 മാസം ആയ വലിയ കുട്ടിയായില്ല യുവി. യുവി ബിഗ് ബോയ് ആയോ? ബിഗ് ബോയ് ആയോ യുവി? ബിഗ് ബോയ് ആയോ യുവി? ഇന്ന് അങ്ങനെ ഭാഗ്യവശാൽ ഈ ഒരു 6 മാസം നമുക്കൊരു സാറ്റർഡേ തന്നെ ഒത്തു വന്നു കേട്ടോ. എന്താണ് യുവി എണീറ്റ് അങ്ങനെ നടക്കന്നെ. അപ്പം ഇന്ന് സാറ്റർഡേ തന്നെ ഒത്തു വന്നു. അപ്പം അന്നങ്ങനെ കാര്യമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും സാറ്റർഡേ ഒക്കെ ആവുകൊണ്ടും ഇവൻ്റെ 6 months ആയ ദിവസം ആയതുകൊണ്ടും നമ്മൾ ചെറുതായിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം ഇവൻ്റെ 6 months ഓൾഡിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും കൂടെ. ഭക്ഷണം നിങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളതിൻ്റെ എതിർപ്പാണ് കണ്ടു തോന്നണു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ലഞ്ചും പിന്നെ സഞ്ജേട്ടൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. അങ്ങനെ ലഞ്ച് എന്ന് പറയുമ്പോൾ ഗംഭീരമായൊരു ലഞ്ചൊന്നും അല്ല കേട്ടോ. നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണല്ലോ എപ്പോഴും ഭക്ഷണം. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ചെറിയൊരു ലഞ്ച്. അപ്പോൾ യുവി ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയൂ. സ്വാഗതം. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. എൻ്റെ കണ്ണട അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇത് മുഖത്തിരിക്കുന്ന സാധനമില്ലേ അല്ലേ? അപ്പോൾ തുടങ്ങല്ലേ. ഇന്നങ്ങനെ പ്രത്യേക ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സാധാരണ സാറ്റർഡേ ആയിരുന്നു. വിഷ്ണു രാവിലെ എണീറ്റിട്ട് മുടി വെട്ടാനും പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോയി. ഞാനും യുവിയും കൂടെ ഇവിടെ പ്ലേ മാറ്റിലിരുന്ന് ഓരോന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം സഞ്ജേട്ടൻ വരാമെന്ന് പറഞ്ഞു. ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെക്കാം, ഉച്ചയ്ക്ക് ഒരു ചെറിയ ലഞ്ച് കഴിക്കാം. ഇങ്ങനെ ഒരു വെരി നോർമൽ സാറ്റർഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നോർമൽ സാറ്റർഡേ ആണ്. പക്ഷെ പെട്ടെന്ന് സൺലൈറ്റ് വന്നു. പിന്നെ പ്രതുവും ഗീതും വിളിച്ചപ്പോൾ അവരും കൂടെ ലഞ്ചിന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകമൊത്തം ഒന്ന് ഉഷാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒപ്പം ഒരു വീഡിയോ കൂടെ എടുക്കാന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഒരാൾ ഇവിടെ കോട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വന്നു. ഞാൻ ഒന്ന് ഞെട്ടിയായിരുന്നു. പക്ഷെ മുഖത്ത് ഞാൻ കാണിക്കാതിരുന്നതാണ്. നോക്കൂ ഇതാരാന്ന്. ഹായ് പറഞ്ഞാലേ തുറക്കുള്ളൂ. ഹായ് പറഞ്ഞാലേ തുറക്കുള്ളൂ. ഹലോ ഗൈസ് എന്ന് പറയണം. ഹലോ ഗൈസ് പറയണം. തൻ്റെ കീ ഉണ്ടായിരുന്നോ? കീ ഉണ്ടായിരുന്നോ? ഞാനൊരു ഹലോ ഹായ് ഗൈസ് ഒക്കെ പറയാന്ന് വിചാരിച്ചു. മോൻ മോഡില്ല. ഞാൻ ഉറക്കി. ഭക്ഷണം കഴിച്ചില്ല. ഇന്ന് രാവിലെ നമ്മൾ പാല് കൊടുത്ത സമയം കുറച്ച് വൈകി. കുറച്ച് കൂടുതൽ പാല് കൊടുത്തില്ലേ. അപ്പോൾ പുള്ളിക്ക് മടുപ്പിക്കണം. പാല് പിടിച്ച് 3-4 സ്പൂണെ കുറുക്ക് കഴിച്ചുള്ളൂ. വളരെയധികം അഹങ്കാരത്തോടു കൂടെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ വിഷ്ണുവിനെ നമ്മൾ ഗരാജിൽ നിന്ന് ഇറക്കി വിട്ടു, ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന്. അതുകൊണ്ടൊരു കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയാ. അത് ഇതുവരെ ഗരാജിക്ക് എത്തിയിട്ടില്ല. വിഷ്ണു ഞാൻ നാളെ പറഞ്ഞ് പിൻവലിച്ചു. തന്നെ ഞാൻ റീ അപ്പോയിന്റ് ചെയ്തു കേട്ടോ. തന്നിക്കണോ ഞാനാ പെർമിഷൻ? കേറിക്കോളൂ. ഇപ്പൊ എന്താണ് പ്രതികാരദാഹം നോക്കണേ. മറ്റേ ഗരാജിന്റെ ഡോറ് വരെ വരില്ല. അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടേ കയറുള്ളൂ. സുഖം ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഡെക്കോർസിന്റെ ഞാൻ വരികയാണ്. ഇതിന്റെ ഇഷ്ടം ഞാൻ തന്നെ റീ അപ്പോയിന്റ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ. രസമില്ലാട്ടെ ഈ പരിപാടി. ഇത് ക്രിസ്മസിന്റെ ഡെക്കോർസ് ഒക്കെ നമ്മൾ ഈ പെട്ടിയിലാക്കിയിരിക്കുന്നു. ഇനി ഇതൊന്ന് ഞാൻ അങ്ങനെ എത്തിക്കട്ടെ. ദേഷ്യം വരുന്നുണ്ട്. ഏതോ അവസരത്തിൽ ഏറ്റെടുത്തായിരുന്നു. നല്ല പണിയാട്ടോ അത്. കാരണം ഒന്നാമത് തണുപ്പാകുമ്പോൾ നമുക്ക് ആകെ ഒരു 50 മീറ്റർ ഉള്ളതുണ്ടെങ്കിൽ പുറത്തു പോകാൻ മടിയാവും. പിന്നെ അതിൻ്റെ ഒപ്പം അത് ഓരോ പെട്ടികൾ താഴെ ഇറക്കി വെച്ച് ഓർഗനൈസ് ചെയ്തെടുത്ത് വെക്കേണ്ട നല്ല മെനക്കേടാണ്. വിഷ്ണു ഏറ്റെടുക്കും തോന്നുന്നുള്ള അതെന്റെ തലയിലായിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ഭയങ്കര സിമ്പിൾ മെനു ആണ് കേട്ടോ. സാമ്പാർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ്, സാമ്പാർ, ക്യാബേജും ക്യാരറ്റും കൂടി തോരൻ, പിന്നെ മീൻ അന്ന് റോസിന്റെ ഒപ്പം പോയപ്പോൾ നമ്മൾ വാങ്ങിയില്ലേ, ആ മീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്.
അത് നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കും കൂടെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിക്കാം. അത്രേ ഉള്ളൂ, സിമ്പിൾ ലഞ്ച്. അപ്പൊ ഇപ്പൊ സമയം 11:15 ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ കുറെ പേര് ചോദിക്കണ്ടായിരുന്നു എങ്ങനെയാണ് യുവിനെ ഒറ്റയ്ക്ക് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തത്, അതൊന്ന് പറയുമോ എന്നുള്ളത്. അത് നമ്മുടെ ഷോർട്സിന്റെ കമന്റ്സ് ആയിരുന്നു കേട്ടോ കൂടുതൽ. ആ ഒരു ചെറിയ സമയത്ത് എങ്ങനെയാ ഇത്ര, എനിക്ക് കുറെ പറയാനുള്ള കാര്യം ഞാൻ ചെറുതാക്കി പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആദ്യം ഞാൻ ലോങ് വീഡിയോയിൽ പറയാം എങ്ങനെയാണ് ഞാൻ അവനെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ അതൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് നമുക്കതൊക്കെ പറഞ്ഞ് നല്ല കുക്ക് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ 1-2 വീഡിയോസ് ആയിട്ട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു ഞാനിപ്പോ ഒട്ടും കൺസിസ്റ്റന്റ് അല്ല, വന്നിട്ട് സെറ്റിൽ ചെയ്യുന്നതിന്റെ തിരക്കായിരിക്കുന്നൊക്കെ. സത്യം പറഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്നതിന്റെ ആ തിരക്ക് കഴിഞ്ഞു. ഇപ്പൊ കുറച്ചും കൂടെ നമ്മൾ 3 പേര് ഇപ്പോൾ റുട്ടീനിലായിട്ടുണ്ട്. കുറച്ചും കൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മാസം നമ്മൾ വലിയൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടല്ലോ, അതായത് റെഗുലർ ആയിട്ട് ജിമ്മിൽ പോകും, ഡയറ്റ് ചെയ്യും. ഇത് രണ്ട് ചെറിയ വാക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം എടുക്കുന്ന 2 കാര്യങ്ങളാണ് കേട്ടോ. ഡയറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നല്ല. ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വേറെ കുറെ എന്റർടൈൻമെന്റ്സ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ഡയറ്റിങ്. പിന്നെ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ 1 മണിക്കൂറെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് റെഡി ആവാനും പോവാനും വന്നു കഴിഞ്ഞിട്ടുള്ള ക്ഷീണവും എല്ലാം കൂടെ ഒരു 2-2.5 മണിക്കൂർ അതിന് മാറി നിൽക്കും. അപ്പോ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ എന്റെ അധിക ദിവസം ഞാനിപ്പോ ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു റുട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിസിപ്ലിനും റുട്ടീനൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അധിക ദിവസം എന്റെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും അങ്ങനെ കാണിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ എപ്പോഴും പറയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും വേണം. അപ്പൊ പിന്നെ വെറുതെ ഒരു നമ്പറിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം കാണിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് ഉണ്ടാകുമ്പോൾ കാണിക്കുന്നതല്ലേ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു ജസ്റ്റ് വർത്താനം പറഞ്ഞിട്ടുള്ള വീഡിയോ എങ്കിലും ഇടുക എന്നുള്ളത്. എന്റെ വർത്താനത്തിന് ഇത്ര അധികം രസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയാറ്. അപ്പൊ ഇന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ന് ഞാനൊരു സാമ്പാറും ചോറും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കാരണം കുറച്ചും കൂടെ കാണാൻ രസമുള്ള വിഭവങ്ങളാണല്ലോ. മറ്റേത് ഞാൻ അധികം റാപ്പോ അത് ഞാൻ ഷോർട്സ് വഴിയൊക്കെ ഷെയർ ചെയ്യാറ്. പക്ഷെ ഞാൻ വിചാരിക്കുകയായിരുന്നു ഞാൻ തുടങ്ങിയത് ലോങ് വീഡിയോസിലാണ്. അപ്പൊ ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്നോട് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ലോങ് വീഡിയോസിലായിരിക്കും. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇനി ഇടയ്ക്ക് ചെയ്ത് തുടങ്ങാനാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സംരംഭമല്ല എന്താ പറയാ, ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ടോക്ക് ആൻഡ് കുക്ക്, അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് യുവിനെ നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ അതിലേക്ക് എത്തിയെന്നുള്ളത്. ഇത് ഇവിടെ ഞാൻ ആക്ച്വലി കുറെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഞാനായിട്ട് ചിന്തിച്ച് ചെയ്തതൊന്നും ആയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കിപ്പോ യുവിനെ നമ്മൾ 6 months ഇപ്പൊ അവനെ വളർത്തി വന്നേന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ കുറച്ചു കാലം കുട്ടികളെ ഒരു കാര്യം ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവര് സ്ലോലി ആണെങ്കിലും നമ്മുടെ ഒരു പാറ്റേണിലോട്ടും ആ റുട്ടീനിലോട്ടും അവർ വരും. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവനെ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് വൈകുന്നേരം ഒരു 7 മണിക്ക് എന്തൊക്കെ കോലാഹലം സംഭവിച്ചു കഴിഞ്ഞാലും 7 മണിക്ക് അവനെ സ്ലീപ്പ് സ്യൂട്ടിലിട്ട് അവനെ ബെഡിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി കൊണ്ട കിടത്തും. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 weeks ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറയാ, അവന് 7 മണിയാകുമ്പോൾ ഉറക്കം വരാൻ വേണ്ടി തുടങ്ങി. പക്ഷെ നമ്മൾ നാട്ടിലായിരുന്ന സമയത്തും അമ്മയും അച്ഛനും കൂടെ ഉള്ള സമയത്തും കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിരുന്നല്ലോ. ആ സമയത്ത് അവനെ നമ്മൾ അങ്ങനെ കൃത്യസമയത്ത് ഉറക്കുക അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ചില ദിവസം 9 മണിക്ക് ഉറങ്ങും, ചില ദിവസം 11 മണിക്ക് ഉറങ്ങും. അവന് വേണ്ട സമയത്തായിരുന്നു അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നത്. അതൊന്നൊരു വ്യത്യാസം തുടങ്ങിയത് നമ്മൾ കുറച്ചും കൂടെ ഒരു ടൈമിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നമ്മൾ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ വന്ന സമയത്ത് അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും എല്ലാവർക്കും കുഞ്ഞു മക്കളുണ്ടായിരുന്ന സമയമായിരുന്നല്ലോ. നെയ്ത്തനും വേദും ശിവും ഇന്ന് അവർക്കൊക്കെ 7-8 വയസ്സായെങ്കിലും ഒരു 7 കൊല്ലം മുന്നേ ഇവിടെ എത്തിയ സമയത്ത് അവർക്കൊക്കെ 1 വയസ്സും 1.5 വയസ്സും ഒക്കെ ആയിരുന്നു. അപ്പൊ അവരെയും കുറെ പേരെ ഓരോരോ പാറ്റേൺ പേരൻസ് ശീലിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ പേരൻസിന് ഓരോ കാര്യങ്ങളായിരിക്കും വേണ്ടത്, അതിനനുസരിച്ചിട്ട് അവരവരുടെ കുട്ടികളുടെ റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അമ്മുച്ചേച്ചി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, പിള്ളേരെ രാത്രി ഇതേപോലെ കൊണ്ടക്കിടത്തി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഒരു സോഫ്റ്റ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് വന്ന് കിടക്കുമ്പോൾ അവരൊറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത്. ഇത് ആക്ച്വലി കുറച്ച് ക്ഷമ വേണ്ട ഒരു കാര്യം എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ അവനെ റൂമിൽ കിടത്തിയിട്ട് കരയട്ടെ, കരഞ്ഞ് ആ
അവൻ ഉറങ്ങിപ്പോവും. അപ്പൊ അടുത്ത ദിവസം പിന്നെ അവൻ കരഞ്ഞ് ഉറങ്ങും. മൂന്നാമത്തെ ദിവസം പിന്നെ അവൻ കരഞ്ഞ് ഉറങ്ങും. നാലാമത്തെ ദിവസം അവൻ കൊണ്ട കിടത്തുമ്പോ കരഞ്ഞ ആരും വരില്ല, അപ്പൊ അവൻ ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് 3-4 ദിവസത്തിലൊന്നും എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ കരയുമ്പോ എടുത്തു പോവുമായിരുന്നു, പക്ഷെ ഞാൻ അവനെ എടുക്കില്ലായിരുന്നു. അവിടെ കിടത്തി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെ. അവിടെ കിടത്തി അവനെ സ്ലീപ്പ് സ്യൂട്ടിലിട്ട് മ്യൂസിക് വെച്ച് അവന്റെ അടുത്ത് കിടന്ന് കുറച്ചു നേരം വർത്താനം പറയുമ്പോ അവന്റെ കണ്ണ് മെല്ലെ അടഞ്ഞു പോകുമല്ലോ. അപ്പൊ ഞാൻ മെല്ലെ എണീറ്റ് വരും. പിന്നെ അവൻ കരയുമ്പോ പിന്നെയും ചെല്ലും. അങ്ങനെ ശീലിപ്പിച്ച് ഏകദേശം ഒരു 10-12 ദിവസം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കിടത്തി കഴിഞ്ഞാൽ അവൻ ഉറങ്ങുന്ന ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതധികം ഞാൻ ചെയ്യുന്ന കാര്യം ഒരേ പാറ്റേണിലാണ് ചെയ്യാട്ടോ. ഇവനെ കൊണ്ട് റൂമിൽ പോവും, ആദ്യം ബെഡ് കിടത്തും. ബെഡ് കിടത്തിയതിന് ശേഷം അവനോട് കുറച്ചു നേരം വർത്താനം പറയും. എന്നിട്ട് അവന് സ്ലീപ്പ് സ്യൂട്ട് ഇടിക്കും, അതായത് സ്ലീപ്പ് ബാഗ് എടുക്കും. സ്ലീപ്പ് ബാഗിൽ അവനെ കിടത്തും. പിന്നെ അവനോട് കുറച്ചു നേരം കൂടെ വർത്താനം പറഞ്ഞ് ഒരു ലൈറ്റ് മ്യൂസിക് വെക്കും. 2 സൈഡിലും പില്ലോസ് വെക്കും. എന്നിട്ട് പാസിഫയറും വെക്കും. എന്നിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് പോന്നു നോക്കുമ്പോൾ അവൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഞാൻ പാസിഫയർ എടുത്ത് മാറ്റി വെക്കും. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോ അവനെയും കൊണ്ട് റൂമിൽ പോയി കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ വർത്താനം കുക്കിങ്ങും കൂടെ നടക്കില്ല. വർത്താനം വന്നാൽ വർത്താനത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇപ്പൊ അവനായിട്ട് റൂമിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവനറിയാം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ അവന് വരുന്നുണ്ട്. അതൊരു സ്ലോ പ്രോസസ് ആയിരുന്നു. അധികം കരയിക്കാതെ ഉണ്ടോ ഞാൻ ശീലിച്ചെടുത്തത്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ശീലിപ്പിക്കാന്ന്. ഓരോ പേരന്റിങ്ങും അവരുടേതായ രീതിയിലാണ്, ഓരോ പേരൻസും അവരുടേതായ രീതിയിലാണ് പേരന്റിങ് ചെയ്യുക. ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കൂടുതൽ അവനെ അങ്ങനെ കരയിപ്പിക്കാത്ത രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് എടുക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 12 ദിവസം ഒരേ റുട്ടീൻ ഒരേ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അതിനോട് യൂസ്ഡ് ആയി. അങ്ങനെ ഇപ്പൊ അവൻ അതിനു വേണ്ടി ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഉറങ്ങാന്ന് പറയുമ്പോ ഒരു മിനിറ്റ് പച്ചമുളക് എടുത്തിട്ട് വരെ. അതിന്റെ ഒപ്പം തന്നെ ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന സമയം മാത്രമല്ല കേട്ടോ നമ്മള് ഒരു പാറ്റേൺ ആയിട്ട് വെക്കുന്നത്. ഇപ്പൊ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിലും അവൻ കളിക്കുന്ന സമയമാണെങ്കിലും എല്ലാത്തിനും ചെറിയൊരു ടൈം ബൗണ്ടറീസ് നമ്മൾ വെക്കാറുണ്ട്. അപ്പൊ ആ സമയമാകുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാനുള്ള റിമൈൻഡർ അവരുടെ ബോഡി തന്നെ അവർക്ക് കൊടുക്കും എന്നാണ് യുവിയുടെ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. എനിക്ക് യുഗിനെ പറ്റി മാത്രം സംസാരിക്കാൻ അറിയാം. ഞാനൊരു എക്സ്പീരിയൻസ്ഡ് മദറൊന്നും അല്ല. ആകെ 6 മാസം ഒരു കുട്ടീനെ വളർത്തി പരിചയമുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ അവനെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തെടുത്തത്. അതിനുശേഷം ലൈഫ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ അവനെ ജസ്റ്റ് കൊണ്ട കിടത്തി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. ഡോർ അടച്ച് ഞാൻ വന്നു കഴിഞ്ഞു. മുകളിൽ നമ്മൾ ബേബി മോണിറ്റർ വെക്കും. ബേബി മോണിറ്റർ വെക്കുമ്പോൾ അവൻ എന്തെങ്കിലും അനങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിൽ പ്ലേ ചെയ്യുന്ന കേട്ടില്ലേ, അതിൽ നമുക്ക് കരച്ചിൽ കേൾക്കാൻ പറ്റും. അപ്പൊ തന്നെ ഞാൻ പോകും. അല്ലെങ്കിൽ നമ്മൾ അവര് ഉറങ്ങുന്ന സമയത്ത് തന്നെ ഒപ്പിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ ഇരിക്കേണ്ടി വരും. നമ്മൾ എണീറ്റ് വരുമ്പോൾ ചിലപ്പോൾ അവർ എണീക്കും. ഇത് കുറച്ചും കൂടെ കുട്ടി ഒന്ന് ഇൻഡിപെൻഡന്റ് ആയി വരും, അല്ലെങ്കിൽ യുവി ഇൻഡിപെൻഡന്റ് ആയി വരുന്നുണ്ട് എന്നുള്ളതാട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത പേരൻസും ഉണ്ടായിരിക്കാം. കാരണം കുട്ടി ഒപ്പം കിടക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാര് അവരുടെ പേരന്റിങ്ങിന് ആ രീതിയാണ് പറ്റുക, അവരതാണ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യണം. നമ്മളെല്ലാവരും നമ്മുടെ സാഹചര്യത്തിൽ നിന്നിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സിറ്റുവേഷന് പറ്റിയ ഒരു കാര്യം ഇതാണ്. അപ്പൊ അത് ചെയ്യിച്ചു വരുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് യുവിനെ നമ്മൾ ഉറക്കുന്നത്. ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റും ക്യാബേജും കൂടെയുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. ഇവിടെ ക്യാരറ്റും ക്യാബേജും നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പൊ അത് ഞാൻ ഒന്നും കൂടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തു. പിന്നെ ഉള്ളി ഒന്ന് വയറ്റി കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വയറ്റിയതിന് ശേഷം ഇതും കൂടെ ഇട്ടൊന്ന് എടുക്കാം. ഞാൻ ആദ്യം ഒരു തട്ടിക്കൂട്ട് എന്താ പറയുക ഉപ്പേരി ഉണ്ടാക്കാന്നാ വിചാരിച്ച. പിന്നെ ഞാൻ ഗീതുവിനെ വിളിച്ചപ്പോൾ ഗീതുവും പ്രൊതും വരാന്ന് പറഞ്ഞു. ഗീതു ഭയങ്കര ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഗീതു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ഗീതു കഴിക്കണം എന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ടേസ്റ്റ് അത്ര ഭയങ്കര ഒരു വിഷയമല്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റിൽ കഴിക്കും. അതല്ലാതെ ഒരേ ഫുഡ് വേണമെങ്കിൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണമെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും വലിയ മാറ്റർ ഒന്നുമല്ല. പക്ഷെ ഗീതു ഭയങ്കര ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കുറച്ച് നന്നായി ഉണ്ടാക്കാൻ വേണ്ടി തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്യാബേജിന്റെയും ക്യാരറ്റിന്റെയും ഒക്കെ വലിപ്പം കുറച്ചു. പിന്നെ സവാളയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഉപ്പേരി ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഓട്സ് കഴിക്കട്ടെ. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, മുട്ട കഴിച്ചിട്ടുള്ളൂ.
അതെ, മീൻ നന്നാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മീൻ നന്നാക്കി കിട്ടുന്നത് എപ്പോഴും അത്ര സാധാരണ അല്ല. എനിക്ക് മീൻ നന്നാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ടഫാണ്. മുന്നേ ഞാൻ കൈകൊണ്ട് പിടിക്കും ചെയ്യില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ കൈകൊണ്ട് പിടിക്കാനും മാരിനേറ്റ് ചെയ്യാനും ചെറിയ വരകളിടാനൊന്നും ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇത് ഈ പറയുന്ന പോലെ താങ്ങാൻ തണൽ അല്ലെങ്കിൽ ഷോൾഡർ ഉള്ളപ്പോഴാണ് നമുക്കൊരു ക്ഷീണം വരുള്ളൂ എന്ന് പറയില്ല, അതേപോലെയാണ്. ഇപ്പൊ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാന്നുള്ളത് കൊണ്ട് വിഷ്ണു പ്രതു ആരെങ്കിലും ഒക്കെ ആയിട്ട് എനിക്കത് ചെയ്തുതരും. ആരും ചെയ്യില്ല, എനിക്ക് കഴിക്കാനും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ തന്നെ ചെയ്തേനെ. അപ്പോ ആ ഒരു നമുക്കൊരാൾ സപ്പോർട്ടിനുണ്ടാവുമ്പോൾ നമുക്ക് ചില ക്ഷീണങ്ങൾ കൂടുതൽ ഉണ്ടാവുമല്ലോ, ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയാൽ മതി കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും പിടിക്കാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട്. മുന്നൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഇതേപോലെ തന്നെ ആയിരുന്നു എന്റെ അമ്മയുടെ അനിയത്തി ദീമേമ. മേമ മറ്റേ വെജിറ്റേറിയൻ ആണ്. മേമയ്ക്ക് ഇതിനൊന്നും പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ മേമയ്ക്ക് മോനുണ്ടായ സമയത്ത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു മീൻ. അപ്പൊ മേമ സ്വഭാവം എല്ലാം മാറ്റി മീനൊക്കെ നന്നാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സാഹചര്യം വരുമ്പോൾ നമ്മളെല്ലാരും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് ഡൊറാഡോ എന്ന് പറയുന്ന ഒരു മീനാട്ടോ. ഇതിന്റെ വലിയ മീൻ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കുഞ്ഞു ഡൊറാഡോ കാണുന്നത്. നമ്മുടെ കിളിമീനൊക്കെ അല്ലേ നാട്ടില്, അതിന്റെ ഒരു പോലെയുള്ളൊരു മീൻ. പക്ഷെ ഇതിന്റെ വലിയ സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെയ്മീനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു മീനാണ് ഇത്. ഇപ്പോ ചെറുതായത് കാരണം നമ്മുടെ കിളിമീനൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു മീൻ. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെക്കാം. എന്നിട്ട് അവർ വരുന്നതിന്റെ തൊട്ട് മുന്നേ നമുക്ക് വറക്കാം. ഇത് എന്റെ പ്ലാൻ ആക്ച്വലി എയർ ഫ്രൈ ചെയ്യാനായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എയർ ഫ്രൈ ഒന്നും മീൻ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമുക്ക് എണ്ണയിൽ തന്നെ ചെറുതായിട്ട് എണ്ണ കുറച്ച് വറുത്തെടുക്കാം. പിന്നെ എന്താ പറയാൻ വന്ന മസാല കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, പിന്നെ കുറച്ച് പുളിവെള്ളം, ഉപ്പ്, പിന്നെ ഇവിടെ മറ്റേ ഈ പൊടി കിട്ടും, വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ. അപ്പം ആ പൊടി വീണിട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പോയി പൊക്കട്ടെ. എൻ്റെ കയ്യിൽ തഴമ്പ് വന്ന് തുടങ്ങിയതാണ്ടോ, വർക്കൗട്ട് ചെയ്തിട്ട് വയ്യ. അപ്പൊ യു വീണിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഫുഡ് ഇവിടെ റെഡി ആയിട്ടോ. ഇത് ക്യാരറ്റും ക്യാബേജും ആയി, മണിയടിച്ച പോലെയല്ലോ തോരൻ. പിന്നെ ഇത് ചോറ് റെഡി ആയിട്ടുണ്ട്, സാമ്പാർ റെഡി. പിന്നെ ഇവിടെ ഇത് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അവര് വരാനാവുമ്പോഴേക്ക് വറക്കാം, അല്ലെങ്കിൽ ചൂടുണ്ടാവില്ലല്ലോ. ഇത് പിന്നെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും ഉപ്പും മുട്ടയെല്ലാം കൂടിയിട്ട് അടിച്ചു വെച്ചതാണ്. ഇതെന്താണെന്നറിയോ, ഇത് കുറച്ച് മീനിന്റെ മസാല കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു ഗീതു കുറച്ച് മത്തിയായിട്ടാണ് വരുന്നത്. അപ്പൊ മത്തിയും കൂടെ അവിടെ വന്നിട്ട് ഉണ്ടാക്കാന്ന്. അപ്പൊ നമ്മുടെ ഉച്ചക്കുള്ള ഊണ് തയ്യാർ. ഏയ് വീഷ്, ആ ഇത് 1 മണിക്ക് എത്തും. പറ്റും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, തനിക്ക് എന്താണ് ഇവന് 6 മാസമായിട്ടുള്ള അനുഭൂതിയിൽ സംസാരിക്കാനുള്ളത്? ഹൗ ഡു യു ഫീൽ? ഇന്നാള് ഏതോ ഒരു വീഡിയോന്റെ ഒരു ക്യാപ്ഷൻ വായിച്ചു കഴിയുമ്പോൾ വിഷ്ണു ഭയങ്കര ഇമോഷണലായി. ഏതായിരുന്നു വിഷ്ണു ക്യാപ്ഷൻ? ഏതോ ഒരു നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ, ഇവൻ ഒരിക്കലും ഇത്ര ചെറുതായിരിക്കില്ല, ഇവൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇവന്റെ മുന്നത്തെ ഫോട്ടോസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. വലുതാവുന്ന സന്തോഷമുള്ള കാര്യം. പക്ഷെ ഇവൻ വളർന്ന് വലുതായി അങ്ങോട്ട് വലിയ കുട്ടിയാവുമല്ലോ. അപ്പൊ ഈ ഏജ് മിസ് ചെയ്യും. എന്തൊക്കെ ഇത് ജംബോ സർക്കസോ? ജംബോ സർക്കസാണോ അത്? ഇപ്പൊ കഴിച്ചു. ബാക്കി കുക്കിംഗ് തീർന്നതിന്റെ മുന്നേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. മീൻ വറക്കും മുട്ട വറക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിൽ കുറച്ച് മണാവുമല്ലോ. അപ്പൊ അതിന് മുന്നേ ഇതൊന്ന് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്താ ഓപ്പൺ ആവാത്ത? വാങ്ങിക്കാൻ പോണ എന്താണെന്നറിയോ, യുവിയുടെ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ അതിന് വേണ്ടി എനിക്ക് കുറച്ച് ബലൂൺസ് വേണമായിരുന്നു, ഫോട്ടോയ്ക്ക് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് വാങ്ങിയിട്ട് നമുക്ക്. ഇന്നൊരു സാറ്റർഡേ ആവുകൊണ്ടേ നല്ല തിരക്കുണ്ട് കേട്ടോ സെൻട്രം. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. ചെല്ലുന്നു, ബലൂൺ എടുക്കുന്നു, ഇറങ്ങുന്നു. കാരണം 3:30 ആകുമ്പോഴേക്ക് സൺചേട്ടൻ എത്തും. സൺചേട്ടൻ വരുമ്പോഴേക്ക് നമുക്ക് റെഡി ആയിരിക്കണം, എന്നാലേ ഷൂട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. സോലോ ഇവിടെ നമുക്ക് പാർട്ടിക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. ബലൂൺസ് നമ്മൾ ഹീലിയം ഫില്ല് ചെയ്തേ. അപ്പോൾ എന്നിട്ട് അവരൊരു കവറിലിട്ട് തന്നതാണ്. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്കതൊക്കെ എടുക്കാം. പ്രതുവും ഗീതവും എത്തുമ്പോഴേക്ക് ഞാനും എത്തുമായിരിക്കും. എനിക്കൊന്ന് തല കുളിക്കും എനിക്കൊന്ന് തല കുളിക്കും കൂടെ വേണം. മുടിയൊക്കെ കണ്ടോ ഫുള്ളി ഇങ്ങനെ ഓയിലി ആയി കിടക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനുണ്ടാകുമ്പോൾ
ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് ബിസി ആയിട്ടായിരിക്കും അതിലോട്ട് എത്തുക. നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഇന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ MEA സെൻട്രൽ സ്കൂൾ വളാഞ്ചേരിയിലാണല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ. എല്ലാ വർഷവും ആനുവൽ ഡേയുടെ സമയത്ത് അവർ ഒരു ഔട്ട്സ്റ്റാൻഡിങ് അലുമിനി എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അവരെന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അയച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടുക എന്നുള്ളത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണം അമ്മയും അച്ഛനും ഇന്ന് ആനുവൽ ഡേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി അവാർഡ് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. എന്തായാലും അതെനിക്ക് വലിയൊരു മൊമെന്റാണ്. ഐശ്വര്യയാണ് 2025 ഔട്ട്സ്റ്റാൻഡിംഗ് അലുമിനി ഓഫ് ദ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടാൾക്കും അലുമിനിയുടെയും ഈ സ്ഥാപനത്തിനും വേണ്ടിയുള്ള എല്ലാവിധ അഭിനന്ദനം നേരുന്നു. നന്ദി, നമസ്കാരം, സ്നേഹം. ഇവിടെ മീൻ വറക്കാൻ വേണ്ടി ശരിക്ക് അങ്ങനെ നല്ലൊരു മീൻ വറക്കാൻ പറ്റിയൊരു പാത്രമില്ല കേട്ടോ. അമ്മ വന്ന സമയത്തും പറഞ്ഞത് അതായിരുന്നു. പിന്നെ നമ്മള് എപ്പോഴും അങ്ങനെ മീൻ വറക്കാത്തത് കാരണം അങ്ങനെ ഓർത്ത് വാങ്ങിക്കാനും പറ്റുന്നില്ല. ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നല്ല മീൻ വറക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ളൊരു പാത്രം വാങ്ങിക്കണം. പ്രതും ഇത് ഇപ്പൊ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തും. അപ്പോഴേക്ക് ഞാനൊന്ന് തല ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ട് വരാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ ഇങ്ങനെ തല ഒട്ടിയിരുന്ന രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു 6 months ഫംഗ്ഷൻ ഒന്നും അല്ല കേട്ടോ. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് UVD നമ്മുടെയും കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കുക. എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അല്ലാതെ ഒരു സെലിബ്രേഷൻ ഒന്നും 6 months നമ്മൾ ചെയ്യുന്നില്ലേ. എന്നോട് പറയാം ഹെൽത്തി ഫുഡാണല്ലോ എന്ന്. പക്ഷെ ഞാൻ ഭയങ്കര ഡയറ്റ് ചെയ്യാൻ പോവുകയാണ് ജാൻ തൊട്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മു ചേച്ചിയും ദീപ ചേച്ചിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ആക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹാർഡ് കോർ ഡയറ്റിന് പോയിട്ട് നമ്മളെവിടെയും പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോക്ക് പോകാനോ ഒന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തിട്ട് വേണ്ട സാധനങ്ങളൊക്കെ കഴിക്കുക. ഇനി ഹെവി ആയി കഴിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലറി ഒന്ന് ചെക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കുറയ്ക്കുകയും അടുത്ത ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ വിഷ്ണു ഞാൻ ഇഷ്ടം കഴിക്കും കേട്ടോ. അതിന്റെ രാക്കിയുള്ള വാർത്ത എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് ഇന്ന് മുട്ട പൊരിച്ചത് ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ റോസിന്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ റോസ് പറഞ്ഞു എന്ത് ഇഷ്ടമാണെന്ന് അറിയാം എനിക്ക് മുട്ട പൊരിച്ചത്. അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം വിചാരിച്ചായിരുന്നു ഈ ആഴ്ച എപ്പോഴെങ്കിലും ഒരിക്കലും മുട്ട പൊരിച്ചത് ഉണ്ടാക്കണമെന്ന്. തേങ്ങ ഞാൻ ആദ്യമായിട്ട് മുട്ടയിലിടുന്ന് കാണണം അമ്മു ചേച്ചി കേട്ടോ. തേങ്ങ ഇടുമ്പോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് മുട്ട നല്ലോണം മൊരിഞ്ഞു വരും. വരുന്നു രാവിലത്തെ ആകെ കുറച്ച് ഓട്സ് എന്ന് പറയാനില്ല, ഒന്നും കഴിച്ചിട്ടില്ല കാര്യമായിട്ട്. അപ്പൊ അതാണ് നമ്മള് മുട്ട പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഉപ്പിട്ടുന്നുണ്ടാവും, മുളക് പൊടി ഇടുന്നതിൽ. വിഷ്ണു കുറച്ച് മുട്ട കഴിക്കണമെന്ന് പറഞ്ഞു. കാരണം സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 1:45 അവരെത്താൻ വേണ്ടി 2 മണിയാവും. അവരെത്തുമ്പോഴേക്കും എനിക്ക് കുളിക്കണം. ഞാൻ കുളിച്ചു പറ്റി ചങ്ങായി കണ്ടോ. അങ്ങനെ ഗുളുഗുളായിട്ട് വരുന്ന മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മുട്ട എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ടേസ്റ്റ് ഉള്ളത് മുട്ടയ്ക്കാണ്. ഏത് രൂപത്തിൽ മാറുന്നു അതിനനുസരിച്ച് മുട്ട ടേസ്റ്റ് മാറും. പക്ഷെ വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ മുട്ട വിട്ടാലും മുട്ടയാണ് അല്ലേ? എന്റെ അഭിപ്രായം അങ്ങനെയല്ല, ഞാൻ മുട്ട ഉറപ്പാണ്. ഫുഡ് കഴിച്ചു തുടങ്ങുകയാണ്. നന്നായിട്ട് വിശക്കുണ്ടല്ലേ? ഇന്ന് രാവിലെ വിഷ്ണുവിന് കുറച്ച് വേസ്റ്റ് കളയാനും പിന്നെ മുടി വെട്ടാനും അതാ സാമ്പാർ ഇട്ടിനും അടിയിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാവുന്ന ഒരു മെയിൻ റീസൺ ഇതാണ്. വിഷ്ണു വെള്ളം എടുത്തിട്ട് വഴിക്ക് വരുമ്പോൾ വരുന്ന വഴിക്ക് മുഴുവൻ വെള്ളം ഇറ്റും. ഒന്നും പ്രശ്നമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ചോറുണ്ട്, സാമ്പാറുണ്ട്, മീൻ വറുത്തതുണ്ട്, മുട്ട ഉണ്ട്. മുട്ട എടുക്കാം. ഞാൻ ഒരു പപ്പടം വറുത്തരണോ? 3 ആയസത്തേക്ക് ഒരു പപ്പടും കൂടെ. കമ്മോൺ. കടുമാങ്ങ ആണോ? ആ പ്രദുവിന്റെ ഒരു മാങ്ങാച്ചാറുണ്ട്. കഴിച്ചതാ. പിന്നെ ഇന്ന് കുറച്ച് ആക്റ്റീവ് ഡേ ആയിരുന്നല്ലോ ഉച്ച വരെ. ഞാൻ വിഷ്ണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം കണ്ടോ ഞാൻ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുവരെ ഞാൻ ഫുഡ് കഴിക്കുന്നു ജീവിക്കാൻ എന്നുള്ളത് പോലെയായിരുന്നു.
പക്ഷെ അതിനുശേഷമാണ് ഞാൻ ഫുഡ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. വിഷ്ണു അങ്ങനെ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പക്ഷെ അത് യുവിയും ചെയ്യും. യുവിക്ക് നാളെ കുറുക്ക് പഴം ചേർത്ത് കൊടുത്തപ്പോ ഫസ്റ്റ് ആയിട്ട് അവന് കുറച്ച് ഇഷ്ടപ്പെട്ടതാണോ അത് ഭയങ്കര ടേസ്റ്റ് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവൻ ശബ്ദം ഉണ്ടാക്കണ്ടായിരുന്നു. ഇവര് വരുമ്പോക്ക് കുളിച്ചു വരണമെന്നായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ ഇത്ര കാലായി ഇത് വ്ളോഗിൽ വന്നിട്ട് അല്ലേ? ടച്ച് വിട്ടുപോയോ? ഇവിടെ ബാക്കിലെ ഡിസ്കഷൻ എന്താന്ന് അറിയോ? ഇന്ന് നമ്മൾ കൊറേ ട്രൈ ചെയ്ത ഒരു മെറ്റാ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. പ്രതു റിട്ടേൺ ചെയ്യണോ? അതുകൊണ്ട് എന്റെ കൺഫ്യൂഷൻ മാറിക്കിട്ടെ. ബുജി ലുക്ക് വെയിറ്റ് ഇല്ലല്ലോ. വെയിറ്റ് ഇല്ലാത്തോണ്ടാ ലുക്ക് ഇല്ലാത്ത. ആ കണ്ണട വെയിറ്റ് ആണ് പ്രതുവിന്റെ വെയിറ്റ് കൂടുന്നതോ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് മൂക്കിൽ വെക്കണ്ടോ തോന്നണോ? ഭയങ്കര കനം തോന്നുന്നു. ഇത്രയും മെനക്കെട്ടത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല ഞാൻ എന്റെ പെർസ്പെക്റ്റീവാ പറയുന്നത് കേട്ടോ. സാധനം മോശമെന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യം നിനക്ക് വീഡിയോ എടുക്കണം, നിനക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോ പോസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത്. പക്ഷെ അത് വെയിറ്റ് ഭയങ്കര എനിക്ക് വേറെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല വെയിറ്റ് ഉള്ളത് കാരണം ഒരു എക്സ്ഹോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീല് വരുന്നു കുറച്ച് നേരം അത് വെക്കുമ്പോ. എനിക്ക് അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കണ്ണടയാക്കണം. അല്ല ലെൻസ് അല്ല, എന്നിട്ട് ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ വേറെ കണ്ണട എടുക്കും വേണം. കാരണം ഇത് സ്ഥിരമായിട്ട് വെക്കാൻ പറ്റില്ല. എന്നാ വരിക മറ്റേ പോഞ്ചോ കഴിച്ചിട്ട് കേറിക്കോൾ അടുക്കളയ്ക്ക്. കാണോ സഞ്ജയുടെ വരുന്നതോ നമ്മൾ കഴിച്ചു കേട്ടോ. കമോൺ ഫാസ്റ്റ്. മീൻ വറുത്തത്, സാമ്പാറുണ്ട്, ചോറുണ്ട്, ക്യാരറ്റും ക്യാബേജും. പപ്പടൊക്കെ കാച്ചില്ലല്ലേ? തീർന്നില്ല. പപ്പടം കാച്ചാണ്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ട് കാച്ച വെച്ചിട്ട് എന്നാ ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ കഴിക്കും. ഈ പാത്രമൊക്കെ ഒന്ന് കഴുകും. ഇതിന്റെ ആംഗിൾ അത്ര എനിക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. അപ്പൊ ഇന്നലെ വാങ്ങിക്കാത്ത നന്നായി. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഞാൻ എന്റെ യൂസിനാ പറഞ്ഞത്. പ്രൊഡക്റ്റ് ഓഫ് കോഴ്സ് എനിക്ക് റിവ്യൂ ചെയ്യാൻ അറിയില്ല. എന്റെ യൂസിന് അതേ എനിക്ക് പറയാറില്ല. ഏതൊരാൾക്കും കുളിച്ചുടനെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് മത്തി വറക്കുക എന്നുള്ളത്. ആ ഒരു അനുഭൂതി ശരിക്കും അങ്ങോട്ട് കിട്ടും. സന്തൂറുള്ളിൽ മത്തി പുറത്ത്. സന്തൂർ മമ്മിയാ? സന്തൂർ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പറഞ്ഞാണ് എന്റെ കിട്ടു. സന്തൂർ മമ്മി എന്ന് പറയുന്ന നാട്ടിലുള്ള എല്ലാ ചേട്ടന്മാരും സന്തൂർ മമ്മി എന്ന് പറയണം. അങ്ങനെ നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണേ. പച്ച വിളിച്ചായിരുന്നു വിഷ്ണു. അവര് എത്തിന്ന് അവിടെ. ഇന്നൊരു ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഇതോ അമ്മ അച്ഛനും ഞാനുള്ളിലേക്ക് എത്തിന്ന്. എന്നാണ് മറ്റേ വെല്ലിച്ചനെ വിളിച്ചത്? അല്ല അതല്ല ഞാൻ പറഞ്ഞിട്ടില്ല. മുഴുവൻ കൺഫേം ആയിട്ട് പറയിച്ചിട്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിലെ MES. അപ്പൊ അവരുടെ അലുമിനിയിലെ ഈ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് അലുമിനി അവാർഡ് അവരെനിക്ക് തന്നിട്ടുണ്ട്. പുച്ഛം നോക്ക്, മുഖത്ത് പുച്ഛം. വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ്. ഔട്ട്സ്റ്റാൻഡിങ് അലുമിനി ഓഫ് ദ ഇയർ. ആ വർഷത്തെ ഇങ്ങനെയാണ് നല്ലൊരു കാര്യം ഇവിടെ ആരുടെങ്കിലും എടുത്ത് പറഞ്ഞ പുച്ഛിച്ച മനുഷ്യനെ അങ്ങോട്ട് ഇല്ലാതെയാക്കും. ഞാൻ മാറ്റി കളഞ്ഞു. താങ്ക് യു. ശരിക്കുന്നൊക്കെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ശബ്ദം കുറച്ച് മാറിയിട്ടുണ്ട്. ചെറിയൊരു പനിയിലാണ്. പക്ഷെ നല്ല ഊണായിരുന്നു. സാമ്പാറും മീനും പപ്പടും എല്ലാം കൂട്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. യുവി എണീറ്റിട്ടുണ്ട്. യുവി എന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു അല്ലേ? സഞ്ജേട്ടൻ എന്തോ ഒരു മുൻജന്മ ബന്ധമുണ്ട്. എന്റെ ഫോട്ടോ ഒക്കെ ഒരുപാട് എടുത്തിട്ടുള്ള മ്യാമനാണ്. നോക്ക് മോക്കൊക്കെ പിടിച്ചിട്ട്. ഇതൊക്കെ എന്തിന് ചേട്ടൻ പുതിയ ക്യാമറ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും വേറെ ലെവലായിരിക്കും.
സഞ്ചേട്ടൻ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തേ സഞ്ചേട്ടാ? ഇത് വീഡിയോ മാത്രം. ഓക്കെ. നമുക്ക് ഫാദർ ആയിട്ടും ജീവിതത്തിൽ മാറ്റാത്ത ചില സ്വഭാവങ്ങൾ ഉണ്ടാവില്ല ചിലർക്ക്. എനിക്കുണ്ടായിരിക്കും. അങ്ങനത്തെ ഒന്നാണ് ഇത്. ഇത് തന്നെ എപ്പോഴും ഞാൻ ഇപ്പോഴെങ്കിലും ഒരു മാറ്റം വരുന്നത്. എനിക്കൊരു സമാധാനത്തിന് ഞാൻ അച്ഛന്റെ കാണാൻ തൊട്ടിട്ട് ഞാൻ ഇത് കാണണം. ഐ ചൂസ് ബേബി ഷട്ട്. കാരണം ഇത് ഞാൻ ജനിച്ചപ്പോ തൊട്ട് അന്ന് ഞാൻ ബേബി ഷട്ടൂർ കണ്ട സമയത്ത് ഞാൻ ക്രിക്കറ്റ് കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ക്രിക്കറ്റ്. എനിക്ക് ബോറടിക്കില്ലേ? അതെ, അവിടെയും ക്രിക്കറ്റ്. നിനക്ക് തന്നെ നീയാണെന്താ സ്റ്റാർ. നന്നായി പെർഫോം ചെയ്യണം. ഓക്കെ, ഒരു പ്രഷറും ഇല്ല, വേണ്ട പോലെ മതി. എനിക്കൊരു കുറ്റബോധം പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ സ്ട്രെസ് കൊടുത്തോന്ന്. വേണ്ട കേട്ടോ. ഞാൻ കേട്ടില്ല ഏതാ പാട്ടെ, ഒന്നും കൂടെ പാടോ. ഞാൻ ചോറ തിന്നാറ്, ചപ്പാത്തി തിന്നാറ്. ഞാൻ പോയി റെഡി ആയിട്ട് വരാട്ടോ. ഇല്ല, ചതി വഞ്ചനയും കേട്ടിട്ടില്ല. സാധാരണ ഞാനും സഞ്ചേട്ടനും കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഞാനാണോ റെഫറൻസും കാര്യങ്ങളും കൊടുക്കാറ്. ഇത്തവണ 2-3 ഫോട്ടോസ് എടുക്കാൻ മെമ്മറിക്കെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറഞ്ഞ പോലെ സഞ്ചേട്ടൻ്റെ പുതിയ ക്യാമറ വന്നത് കാരണം ഞങ്ങൾ ഇന്നൊരു എക്സ്പെരിമെന്റൽ ഐറ്റം കൂടെയാണ് ഓരോരോ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ. എനിക്ക് വേറെ ചെറുതായിട്ട് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും നമ്മുടെ ഒരു മെമ്മറിക്ക്. വിഷ്ണുവിന് ഇവിടെ നെതർലാൻഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവി പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ സെൻചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് പറയാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. തമാശയല്ല, വിഷ്ണുവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സഞ്ചേട്ടൻ. സനി എന്നുള്ളത് ഞാൻ പലപ്പോഴും ഇവിടെ ഒരു നാമജപം പോലെ ഇങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ. വിഷ്ണുവിന് മാത്രമല്ല കേട്ടോ, എനിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് സഞ്ചേട്ടൻ. എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ എന്ന് പറയുന്നതല്ല, എനിക്ക് എൻ്റെ ബ്രദർ തന്നെയാണ് സഞ്ചേട്ടൻ എന്ന് പറയുന്നതായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. വിഷ്ണുവിന് അങ്ങനെ പൊതുവേ ഷൂട്ടും ഫോട്ടോ എടുക്കുന്നൊന്നും അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ സഞ്ചേട്ടനാണെന്നുണ്ടെങ്കിൽ വിഷ്ണു വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫോട്ടോഷൂട്ട്. കുറച്ചു നേരം ഊവി ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യും. ഉറങ്ങാനുള്ള എല്ലാ സിഗ്നൽസും നന്ദന വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് യുവിയുടെ സ്ലീപ്പ് ബാഗ്. ഇത് നമുക്ക് കയ്യ് ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോകും. ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് കാരണം താഴെ നമ്മുടെ കയ്യിൽ ബേബി മോണിറ്റർ ഉണ്ട്. അപ്പോൾ കരഞ്ഞാൽ നമ്മൾ താഴെ കേൾക്കും. അപ്പോൾ കരയുമ്പോൾ നമ്മൾ മുകളിൽ വന്ന് അറ്റൻഡ് ചെയ്യും. യുവിയുടെ നമ്മുടെ ഹാഫ് ബർത്ത്ഡേ കേക്ക് കേട്ടോ. ഇത് എലഗൻ ബേക്സ് ബൈ എലീന പുള്ളിക്കാരി ചെയ്തതാണ്. നമ്മുടെ ബേബി ഷവർ തൊട്ടിട്ട് ഉള്ള കേക്കൊക്കെ എലീന തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ വീട്ടിലോട്ട് യുവിനെയും കൊണ്ട് വന്നപ്പോൾ ഉള്ള കേക്കും എലീന ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെയാണ് കേട്ടോ അലീന ഇന്ത്യയിൽ നിന്ന് എത്തിയത്. അപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് ഞാനൊരു എന്താ പറയുക ഒരു റെഫറൻസ് ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ കേക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഹാഫ് വേ ടു 1. ഇവിടെ മുകളിൽ കണ്ടോ ഹാഫ് എന്നുണ്ട്, ഇവിടെ 1. ലാഡറിൽ യുവി കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഹാഫ് വേ ടു 1, നമ്മുടെ ഹാഫ് ബർത്ത്ഡേ കേക്ക്. യുവിക്ക് കേക്കില് താല്പര്യം ഇല്ലെങ്കിൽ യുവിയുടെ അച്ഛന് നല്ല താല്പര്യമുണ്ട്. ഈ കാര്യങ്ങളൊന്നും യുവിക്ക് ഒട്ടും തന്നെ ഓർമ്മയുള്ള കാര്യങ്ങളായിരിക്കില്ല കേട്ടോ. പക്ഷേ ഈ പറയുന്ന പോലെ ഞാനും വിഷ്ണു ഒരിക്കലും മറക്കില്ല. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്ക് വളരെയധികം ഇങ്ങനെ ഓർമ്മയിൽ എടുത്ത് വെക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്ത് പെട്ടെന്നല്ല 6 മാസമൊക്കെ ആയത്. എനിക്കിങ്ങനെ ഇവിടെ അമ്മയും അച്ഛനൊക്കെ വന്ന് ഞാനിങ്ങനെ ഡെലിവറിക്ക് പോയതൊക്കെ എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. വിഷ്ണുവും പ്രതുവും ദേ കിടക്കുന്നു. സഞ്ചേട്ടനും ഗീതവും കൂടെ 1-2 സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയി. സമയത്തൊന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് അധികം തണുപ്പില്ലാത്തൊരു ദിവസം കേട്ടോ പുറത്ത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് അത്യാവശ്യം ചൂട് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഷൂട്ടാണ് കഴിഞ്ഞെങ്കിലും ഫ്ലോറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ. ഇനി ഇതൊന്ന് പഴയ പോലെ ആക്കി എടുക്കണം. രാത്രിത്തെ ഡിന്നർ നമുക്കിന്ന് ഒരു ചിക്കൻ റാപ്പാണ്. ഇത് ഗീതു ഓൾറെഡി മീൽ പ്രപ്പ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ.
ഇതെന്താണ് ഗീതു? ചിക്കൻ, അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന സാധനം ഇതൊക്കെ ബീൻസ് ഒക്കെ ഉണ്ടല്ലോ. രാജ്മൗരി ഉണ്ട് അപ്പോഴാണ്. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് നമ്മളൊരു മിക്സ് ഉണ്ടാക്കും. എന്നിട്ട് ഗീതു ദേ മറ്റേ മുട്ട ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ടോട്ടിയ വെക്കുന്നത്. അതില് സോസ് ഒഴിക്കുന്നു, ഫില്ലിങ്സ് വെക്കുന്നു. എന്താണ് ചിരി? അവരവിടെ മാറ്റി നമ്മൾ റോൾ ചെയ്യുന്നു. ഞാനിതിലുണ്ടല്ലോ യോഗട്ടും പിന്നെ അതേപോലെ ഗാർലിക്കും കൊറിയാണ്ടറും കൂടെയുള്ള സോസ് ഒഴിക്കാറുണ്ട് ഈ സോസിന് പകരം. ഓ അത് വാങ്ങിക്കണ്ടല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഹെൽത്തി വേർഷൻ ആണെന്ന് ഒരു അല്ല ഡോക്ടർ പറഞ്ഞു. അപ്പോഴാ നമ്മുടെ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം ഗൈസ്. എങ്ങനെയുണ്ട് റോള്? ഗീതുവിന്റെ റോൾ കുറ്റം പറഞ്ഞ് അടിക്കുന്നു. രാജമ്മ റോൾ മെക്സിക്കൻ മിക്സ് ആണിത്. ആൽബർട്ടിന് മെക്സിക്കൻ മിക്സ് ഇരിക്കുന്നുണ്ട്. ഓ ശരിയാ, മുന്നേ ഗീത് പറഞ്ഞിരുന്നു. സമയം 11:30. നമ്മൾ കുറെ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. സഞ്ചറിന്റെ കേക്കൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ പെട്ടി വെച്ചിട്ടുണ്ട്. അത് ഓരോ പെട്ടി കേക്ക് വെച്ച് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റ.